ഹായ് ഓൾ. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ആയിക്കോട്ടെ, ബോത്ത് ഗ്രൂപ്പിൻ്റെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു പീക്ക് പ്രിപ്പറേഷൻ ടൈമിലേക്ക് നിങ്ങൾക്ക് കയറാനുള്ള ടൈമായിട്ടുണ്ട്. എപ്പോഴും അടി പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് അടിച്ചിരിക്കുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരോടാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇത് ഒരു ഫൈനൽ ലാപ്പാണ്, ലാസ്റ്റ് റൗണ്ടാണ്. അറൗണ്ട് 30 to 33 ഡേയ്സാണ് ബാക്കിയുള്ളത്. സോ ഈ ഒരു പീരീഡിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ആവാൻ പോകുന്നത്. പഠിത്തം എന്നുള്ള കാര്യം മടുക്കാൻ പോണ ഒരു ടൈം. ഇതിനെ ആര് ഓവർകം ചെയ്യുന്നു, സ്വന്തം എഫേർട്ട് ഇട്ടിട്ട് സ്വന്തം മൈൻഡ് സെറ്റ് മാറ്റി പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് ആര് വർക്ക് ഇടുന്നു, അവർ ഈ ലാപ്പ് അല്ലെങ്കിൽ ഈ ഗെയിം ജയിക്കും. ഇവിടെയുള്ള എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല ഈ ജാനുവരിയിൽ. 1-2 വട്ടം തോറ്റ ഒരാൾക്ക് അതിൻ്റെ വിഷമം അറിയും. എന്നിട്ടും നിങ്ങൾ ഈ ഒരു ടൈമിൽ വീണ്ടും മടി പിടിച്ചിരിക്കുകയാണ് എന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ഓർക്കുക, ഇതൊരു ഓട്ട മത്സരം പോലെയാണ്. ഈ ഫൈനൽ ലാപ്പിൽ ആര് ഓടിയെത്തുന്നോ അവർ ജയിക്കും. ഫൈനൽ ലാപ്പാണ്. മടുപ്പുണ്ടാവും, തളരും. ബട്ട് നിങ്ങൾ ഫേസ് ചെയ്യണമെന്ന് പറയുന്നത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ട്രിക്കിയസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇൻ ഇന്ത്യയാണ്. സോ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതും അത്രയും ബിഗ്ഗറാണ്. നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും റിട്ടേൺ തരുന്ന ആ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട സ്ട്രഗിൾസ് ഈസിയർ ആയിരിക്കുമെന്ന്? ഒരിക്കലുമല്ല. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങി വെച്ചേ എന്നുള്ളൊരൊറ്റ റീസൺ മതി. മറ്റാരെക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെക്കുന്നതോറും നിങ്ങളിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഒപ്പമുള്ളവരെ കൂടി നിങ്ങൾ ചതിക്കുക. നിങ്ങളുടെ പാരൻസ്, നിങ്ങളിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി. എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ട്, ഒന്ന് പാസ്സായാൽ മതിയായിരുന്നു എന്ന് നിങ്ങളുടെ പാരൻസ് ഓരോ വട്ടവും നിങ്ങളുടെ എഫേർട്സ് കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയും അവർക്ക് നിങ്ങളിലുള്ള ഓരോ വിശ്വാസവുമാണ് നിങ്ങൾ ഈ ലാസ്റ്റ് നിമിഷം ഇല്ലാതാക്കി കളയുന്നത്. സോ ഇനി അറൗണ്ട് 33 ഡേയ്സ് ഉണ്ട്. ഇത്രയൊക്കെ ഓടി എത്തിയില്ലേടാ നിങ്ങൾ ഇവിടെ വരെ. നിങ്ങളെ കൊണ്ട് ഇതും കഴിയും. ആകെ ഒരു 33 ദിവസം ഉള്ളൂ എന്നുള്ള ആ മൈൻഡ് സെറ്റ് മാറ്റി വെക്കുക. ഇനി 33 ദിവസത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. റിസൾട്ടിനെ പറ്റി ആലോചിക്കില്ല. ഈ മൊമെൻറ്റിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിൽ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടുക. പാസ്സാവുമോ ഇല്ലയോ എന്നൊന്നും ആലോചിക്കില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ക്ലാസ് ആണെങ്കിൽ ക്ലാസ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, റിവിഷൻ ആണെങ്കിൽ അത് എനിക്ക് എൻ്റെ 100% എഫേർട്ട് ഇട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത്രയൊക്കെ ഉഴപ്പില്ലടാ, ഇത്രയൊക്കെ സമയം കളഞ്ഞില്ലേ, പോയത് പോട്ടെ. അതിനെപ്പറ്റി ആലോചിച്ചിരുന്നാൽ പാസ്സാവില്ല. ടെൻഷൻ അടിച്ചാൽ പാസ്സാവില്ല. സ്ട്രെസ് ആയാൽ പാസ്സാവില്ല. പാസ്സാവാൻ നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഗീവ് അപ്പ് ചെയ്യാണ്ട് ഇനിയുള്ള 33 ഡേയ്സ് നിങ്ങളുടെ മാക്സിമം എഫോർട്ട് കൊടുക്കുക. റിസൾട്ട് വരുന്ന ദിവസം തിരിച്ചു നോക്കി ആ ഒരു 2 മണിക്കൂർ കൂടി പഠിച്ചായിരുന്നെങ്കിൽ 3-4 മാർക്ക് കൂടി കിട്ടി പാസ്സായേനെ എന്നുള്ള റിപ്പോർട്ട് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ഡൗൺ ആയിട്ടുള്ളവരുണ്ടാവാം. ഒന്നെങ്കിൽ നിങ്ങളെ അറിയുന്നവരോട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളവരോട് സംസാരിക്കുക. ഓൾവേസ് നിങ്ങൾക്ക് ഞങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. യു വിൽ ഹെൽപ്പ് യു. പണിയെടുത്തിട്ടുള്ളവരെ ജയിച്ചിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വലിയൊരു സക്സസ് കൊണ്ടുവരുന്ന സ്ട്രഗിൾസ് ആണെന്ന് വിശ്വസിക്കുക. വലിയ സ്ട്രഗിൾസ് വരുന്നുണ്ട്. അത് ഓവർകം ചെയ്യാൻ നിങ്ങൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാനൊരു CA ഫൈനലിസ്റ്റാന്ന് പറയാം.